ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുത കൊടുമ്പിരി കൊണ്ടിരിക്കെ സൗദി അറേബ്യയുടെ ശക്തനായ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അല്ലെങ്കിൽ MBS കളം നിറഞ്ഞു കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേവലം നയതന്ത്ര ചർച്ചകളല്ല, മറിച്ച് ഇറാനെതിരെ നിർണായകമായ സൈനിക നടപടി സ്വീകരിക്കണമെന്നും പാമ്പിന്റെ തല വെട്ടിമാറ്റണമെന്നും MBS അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ദശാബ്ദത്തിലേറെയായി ഗൾഫ് നേതാക്കൾ സ്വകാര്യമായി ആവശ്യപ്പെട്ടിരുന്ന ആ കർശന നടപടി ഇനി പരസ്യമായ ഒരു പടപ്പുറപ്പാടായി മാറുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപുമായി പതിവായി ബന്ധം പുലർത്തുന്നുണ്ടെന്നും ഈ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദു ഇറാനാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രയേലും ഇറാനും ഉൾപ്പെടുന്ന നിലവിലുള്ള പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ സൗദി അറേബ്യ US-ന്റെ ഒരു പ്രധാന തന്ത്രപരമായ ഉപദേഷ്ടാവായി സ്വയം നിലകൊള്ളുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഈ സംഭാഷണങ്ങൾക്കിടയിൽ മുഹമ്മദ് ബിൻ സൽമാൻ മരിച്ചുപോയ അബ്ദുള്ള രാജാവിന്റെ പ്രശസ്തമായ ഒരു നിർദ്ദേശം ആവർത്തിച്ചതായും റിപ്പോർട്ടുണ്ട്. പാമ്പിന്റെ തല വെട്ടുക. സൗദി വീക്ഷണത്തിൽ നിന്ന് നോക്കുമ്പോൾ പ്രാദേശിക സ്ഥിരതയ്ക്ക് ഇറാന്റെ കേന്ദ്ര സ്വാധീനത്തെ നിർവീര്യമാക്കേണ്ടതുണ്ട്. ഇറാന്റെ പ്രതിനിധികളെ അഥവാ പ്രോക്സീസിനെ മാത്രമല്ല, അതിന്റെ കേന്ദ്ര സ്വാധീനത്തെയും നിർവീര്യമാക്കേണ്ടതുണ്ടെന്ന് ഈ ഉപമ ഊന്നി പറയുന്നുണ്ട്. അതായത് വെറുമൊരു ഉപരോധമല്ല, മറിച്ച് ഇറാന്റെ സൈനിക ആണവശേഷികൾ ഗണ്യമായി കുറയുന്ന ഒരു സുരക്ഷാ അന്തരീക്ഷമാണ് മുഹമ്മദ് ബിൻ സൽമാൻ ലക്ഷ്യമിടുന്നത്. 2010 വീക്കിലീസ് നയതന്ത്ര കേബിളുകളെയാണ് ഇപ്പോഴത്തെ വാചാടോപം പ്രതിഫലിപ്പിക്കുന്നത്. ഇറാന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവ പദ്ധതികൾക്കെതിരെ കൂടുതൽ ശക്തമായ സൈനിക അല്ലെങ്കിൽ പ്രതിരോധ നടപടി സ്വീകരിക്കാൻ ഗൾഫ് നേതാക്കൾ ഒരു ദശാബ്ദത്തിലേറെയായി US-നോട് സ്വകാര്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആ രേഖകൾ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ അന്ന് അമേരിക്കൻ ഭരണകൂടങ്ങൾ അതിന് തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്ന് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ സാഹചര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ട്രംപിന്റെ വിദേശ നയം രൂപപ്പെടുത്തുന്നതിൽ സൗദി സ്വാധീനം ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ട്രംപുമായി ഈ മുഹമ്മദ് ബിൻ സൽമാൻ പുലർത്തുന്ന അടുത്ത ബന്ധം ഇറാനെതിരെയുള്ള US നിലപാട് കൂടുതൽ കടുപ്പിക്കാനും സഹായിച്ചേക്കാം. US-ഇസ്രയേൽ ഇറാൻ അവിശുദ്ധ ബന്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന സങ്കീർണമായ സാഹചര്യത്തിലാണ് ഈ സംഭാഷണങ്ങളുടെ സമയം നിർണായകമായത്. ഇസ്രയേലിനും ഇറാനും തമ്മിലുള്ള സജീവമായ ശത്രുതകൾക്കിടയിൽ സൗദി അറേബ്യ ഇറാനിയൻ പ്രാദേശികാധിപത്യം തടയുന്നതിനുള്ള നിർണായക നടപടികൾക്ക് സമ്മർദ്ദം ചെലുത്തുകയാണ്. അമേരിക്കൻ ഇടപെടൽ വഴി ഇറാനെതിരായ സൈനിക നടപടി ഉറപ്പാക്കുകയാണ് സൗദിയുടെ തന്ത്രം. കർശനമായ നടപടിക്ക് വേണ്ടി വാദിക്കുന്നതിലൂടെ മുഹമ്മദ് ബിൻ സൽമാൻ ലക്ഷ്യമിടുന്നത് ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും തകർക്കുക എന്നതായിരിക്കാം. ഇത് പശ്ചിമേഷ്യയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുപക്ഷെ പൂർണ്ണമായും മാറ്റിമറിക്കും. ഇറാനെതിരെ സൗദി കളത്തിലിറങ്ങിയതോടെ പശ്ചിമേഷ്യ കത്താൻ പോകുന്നു എന്ന ആശങ്കയും ഒരു വശത്ത് ശക്തമാണ്. ഒരു വശത്ത് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ, മറുവശത്ത് സൗദി അമേരിക്കൻ സഖ്യത്തിന്റെ സമ്മർദ്ദം. ഈ രണ്ട് ശക്തികളും ചേരുമ്പോൾ ഇറാൻ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്നും പറയാതെ വയ്ക്കാം. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തന്റെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് താനും. ട്രംപിന്റെ മുൻകാല വിദേശ നയങ്ങൾ പരിശോധിച്ചാൽ ഇറാനെതിരായ കടുത്ത നിലപാടുകൾ അദ്ദേഹത്തിന്റെ താൽപര്യങ്ങളുമായി വളരെ ചേർന്ന് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ സൽമാന്റെ ഈ ആഹ്വാനം ട്രംപ് നടപ്പിലാക്കാനും സാധ്യതയുണ്ട്. പാമ്പിന്റെ തല വെട്ടുക എന്ന നിർദ്ദേശം സൗദി അറേബ്യയുടെ ഇറാൻ നയത്തിന്റെ കാതലായ വശമാണ്. മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപുമായി പതിവായി നടത്തുന്ന ചർച്ചകൾ ഈ നിർദ്ദേശം നടപ്പിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം. ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയുമായിരിക്കാം ഈ റിപ്പോർട്ടുകൾ. സൗദിയും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ ഒരു വലിയ സൈനിക നടപടിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നതാണ് എല്ലാവരും ഭയപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിക്കുമെന്നത് എന്തായാലും ഉറപ്പാണ്.